കടലാസിൽ കഥകൾ വിരിയിക്കുന്ന ജാസ് ഡയറീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കഥ വരകളിലൂടെ. നിശ്ചലത ശൂന്യമല്ല, പരിവർത്തനം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഒരു നിഴൽ പോലെ രൂപം പ്രാപിച്ച് അവൾ നിശബ്ദയായി ഇരിക്കുന്നു. അവളുടെ സ്വപ്നങ്ങൾ അവൾക്ക് പിന്നിൽ ചിറകുകൾ പോലെ മുളച്ചു. ഓരോ പാറ്റേണും ഒരു അധ്യായം പറയുന്നു. ക്ഷമ, വേദന, പ്രത്യാശ, രോഗശാന്തി എന്നിവയുടെ. ഒരിക്കൽ ഭാരമായി തോന്നിയത് പതുക്കെ ഒരു ചിത്രശലഭമായി മാറുന്നു. അവളുടെ ചിന്തകളെ വെളിച്ചത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് വെറുമൊരു ഡ്രോയിങ് അല്ല, പരിവർത്തനത്തിന്റെ കഥയാണിത്. നിശ്ചലതയ്ക്ക് പോലും സ്വാതന്ത്ര്യത്തിലേക്ക് പൂക്കാൻ കഴിയുമെന്ന് ഒരു ശാന്തമായ ആത്മാവ് മനസ്സിലാക്കുന്നു. ലോകം അവളെ കടന്നു പോകുമ്പോൾ അവൾ ശാന്തമായി നിശബ്ദതയിൽ പൊതിഞ്ഞിരിക്കുന്നു. പുറത്തുനിന്ന് അവൾ നിശ്ചലയായി കാണപ്പെട്ടു, പക്ഷേ ഉള്ളിൽ അവളുടെ ചിന്തകൾ സജീവമാണ്. അവളുടെ പിന്നിലെ ഓരോ വരയും ഓരോ ഓർമ്മകളാണ്. ഓരോ പാറ്റേണും കാത്തിരിപ്പിലൂടെ, വീഴുന്നതിലൂടെ, വീണ്ടും എഴുന്നേൽക്കുന്നതിലൂടെ അവൾ പതുക്കെ പഠിച്ച പാഠങ്ങളാണ്. ചില ദിവസങ്ങൾ ഭാരമുള്ളതായിരുന്നു. ചില സ്വപ്നങ്ങൾ അസാധ്യമാണെന്ന് തോന്നി. എന്നാൽ അവൾ മുന്നോട്ടു പോയി. ഒരു സമയം ഒരു ചെറിയ ചുവടെന്ന പോലെ. പാറ്റേണുകൾ ചിറകുകൾ പോലെ വളർന്നു. ഒറ്റയടിക്കല്ല, ക്ഷമയോടെ, സാവധാനം. ഭയത്തിനു പകരം അവൾ പ്രതീക്ഷ തിരഞ്ഞെടുത്ത നിമിഷങ്ങളിൽ നിന്നാണ് അവളുടെ ചിറകുകൾ മുളയ്ക്കാൻ തുടങ്ങിയത്. ധൈര്യത്തിൽ നിന്നാണ് അവ നിർമ്മിക്കപ്പെട്ടത്. കണ്ണീരിൽ നിന്ന് അവ ശക്തിയായി മാറി. നിശ്ചലതയിലും അവൾ മാറുകയായിരുന്നു, പക്ഷേ അവൾക്ക് അപ്പോൾ അത് മനസ്സിലായില്ല. ഒരു ദിവസം അവൾ മനസ്സിലാക്കി. അവൾ ഒരിക്കലും സംശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഉയരാൻ ആഗ്രഹിച്ചു. തൻ്റെ കഥ അഭിമാനത്തോടെ വഹിച്ചുകൊണ്ട്, പരിവർത്തനത്തിന് ശബ്ദത്തിൻ്റെ ആവശ്യമില്ലെന്നും അതിന് വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ എന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഉയരാൻ ശ്രമിച്ചു. ഈ കലാസൃഷ്ടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ യാത്ര ശാന്തമായിരിക്കാം, നിങ്ങളുടെ വളർച്ച മനോഹരമാണ്. ജീവിതം എന്ന പ്രക്രിയയിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ചിറകുകളും രൂപം കൊള്ളുകയാണ്. താങ്ക് യു. വരകൾ കഥകളായി മാറുന്നത് കാണാൻ എന്നോടൊപ്പം കൂടുന്നോ?